നേർവേദി പ്രഭാഷണ പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവെക്കുന്നു. ശ്രദ്ധിച്ചാലും. യേശുവും പെസഹയും. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 21 വരെ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്ന്, നീ പെസഹ കഴിപ്പാൻ ഞങ്ങൾ ഒരുക്കേണ്ടത് എവിടെയെന്ന് ചോദിച്ചു. അതിന് അവൻ പറഞ്ഞത്, നിങ്ങൾ നഗരത്തിൽ ഇന്നവൻ്റെ അടുക്കൽ ചെന്ന്, എൻ്റെ സമയം അടുത്തിരിക്കുന്നു, ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി നിന്റെ അടുക്കൽ പെസഹ കഴിക്കും എന്ന് ഗുരു പറയുന്നു എന്ന് പറവീൻ. ശിഷ്യന്മാർ യേശു കൽപ്പിച്ചതുപോലെ ചെയ്തു. പെസഹ ഒരുക്കി. സന്ധ്യയായപ്പോൾ അവൻ 12 ശിഷ്യന്മാരുടെ കൂടെ പന്തിയിൽ ഇരുന്നു. കർത്താവായ യേശുക്രിസ്തു ശിഷ്യന്മാരുമായി പെസഹ കഴിക്കുകയാണ്. യേശുക്രിസ്തു യഹൂദ പശ്ചാത്തലത്തിൽ ദൈവം മനുഷ്യാവതാരം ചെയ്ത ആളാണ്. കാരണം അത് അബ്രഹാമിനോടും ദാവീദിനോടുമൊക്കെ ചെയ്ത വാഗ്ദാനത്തിൻ്റെ നിവൃത്തിയാണ്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്റെ സന്തതി മൂലം ലോകം അനുഗ്രഹിക്കപ്പെടും. സന്തതികൾ എന്നല്ല, സന്തതി. അത് യേശുവിനെ കുറിച്ചായിരുന്നു. യേശു ദൈവരാജ്യം സ്ഥാപിക്കും. അതാണ് അബ്രഹാമിനോട് പറഞ്ഞത്. ദാവീദിനോട് ദൈവം വാഗ്ദത്തം ചെയ്തു, നിന്റെ വംശത്തിൽ അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ രാജ്യത്വത്തിന് അവസാനം ഉണ്ടാകുകയില്ല. അതായത് നിത്യരാജ്യത്വം ദാവീദിന്റെ വംശത്തിൽപ്പെട്ട യേശു, ദാവീദ് പുത്രനായ യേശു സ്ഥാപിക്കും. ദൈവം മനുഷ്യനാകുന്ന യേശു അബ്രഹാമിൻ്റെ കുലത്തിലായിരിക്കും, ആ വംശപാരമ്പര്യത്തിലായിരിക്കും ജനിക്കുക. ദാവീദിൻ്റെ ഗോത്രത്തിൽ, യഹൂദ ഗോത്രത്തിൽ, ആ വംശപാരമ്പര്യത്തിലായിരിക്കും ജനിക്കുക എന്ന് പഴയ നിയമത്തിൽ പ്രവചനമുണ്ടായിരുന്നു. അങ്ങനെ യഹൂദ പശ്ചാത്തലത്തിൽ മനുഷ്യാവതാരം ചെയ്തതുകൊണ്ടാണ് യേശു പരിച്ഛേദനയ്ക്ക് വിധേയപ്പെടാനിടയായത്, പെരുന്നാളിന് പോകാനിടയായത്, ശബത്തിൽ പള്ളിയിൽ പോകാൻ ഇടയായത്. ഇപ്പോൾ യേശു പെസഹ കഴിക്കുന്നതും താൻ യഹൂദ പശ്ചാത്തലത്തിൽ ജനിച്ചുകൊണ്ടാണ്. യഹൂദന്മാരുടെ യാതൊരു ആചാരത്തെയും മാറ്റാൻ, നീക്കിക്കളയാനല്ല യേശു വന്നത്. യഹൂദന്മാരുടെ ദൈവം നൽകിയ ആചാരങ്ങൾ കൃത്യമായി പാലിക്കാൻ കഴിയും എന്ന് യേശു തെളിയിക്കുകയാണ് ഉണ്ടായത്. അതാണ് യേശു പറഞ്ഞ ന്യായപ്രമാണത്തെ നീക്കാനല്ല, നിവർത്തിക്കാനാണ്. കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത് തുടങ്ങിയ കൽപ്പനകൾ വലിയ ഭാരമായിട്ട് യഹൂദന്മാർ വിചാരിച്ചിരുന്നു. അതുകൊണ്ട് അവരതിന് അയവുകൾ അനുവദിച്ചിരുന്നു. അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളതിന് അവർ പറഞ്ഞത്, അപ്പനെയും അമ്മയും കാണുമ്പോൾ ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി. അതായത് അപ്പനും അമ്മയ്ക്കും കൊടുക്കേണ്ടത് ഞാൻ വഴിപാടായിട്ട് ദേവാലയത്തിൽ കൊടുത്തു, അതാണ് ഇതിൻ്റെ അർത്ഥം. അതുപോലെ ദൈവനാമം വൃഥാ എടുക്കരുത് എന്ന് ഉള്ള കൽപ്പന സത്യം ചെയ്യുമ്പോഴത്തെ കാര്യമാണ്. പക്ഷേ യഹൂദന്മാർ വിചാരിച്ചത് ദൈവത്തിൻ്റെ പേര് പറയരുത്. അതുകൊണ്ട് അവർ എലോഹീം എന്ന് പറയാതെ ഏലെന്ന് പറഞ്ഞു, യഹോവ എന്ന് പറയാതെ യാഹെന്ന് പറഞ്ഞു, ദൈവം എന്ന് പറയാതെ സ്വർഗം എന്ന് പറയാനായിട്ടിടയായി. പക്ഷെ അതൊന്നുമല്ല ദൈവം ഉദ്ദേശിച്ചിരുന്ന കാര്യം. എന്നാൽ യേശുക്രിസ്തു ന്യായപ്രമാണത്തിൽ ദൈവം എന്തുദ്ദേശിച്ചുവോ അതങ്ങനെ തന്നെ തെളിയിച്ച് കാണിക്കുവാനിടയായി. അതുകൊണ്ടാണ് പിറ്റേ ദിവസം കൊല്ലപ്പെടും എന്നറിഞ്ഞിട്ടും ന്യായപ്രമാണത്തിലെ ആ ഒരു ആചാരത്തിന് ഒന്നും താനായിട്ട് ഒരു മാറ്റവും വരുത്തണ്ട എന്നുള്ള നിലയിൽ യേശു ശിഷ്യന്മാരുമായി പെസഹ കഴിച്ചത്. പെസഹയുടെ അർത്ഥം എന്ന് പറയുന്നത് കടന്നുപോക്ക് എന്നാണ്. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം ഈജിപ്തിൽ നിന്നും ഇസ്രായേലിന് കടന്നു പോകാൻ സാധിച്ച ഒരു ദേശീയമായ വിടുതലുണ്ടായി. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടായിരുന്നു ഇസ്രായേൽ മക്കൾ അബീബ് മാസം 14-ാം തീയതി, 1-ാം മാസം 14-ാം തീയതി പെസഹ ആചരിച്ചു പോകുന്നത്. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ പുളിപ്പില്ലാത്ത അപ്പമാണ് ചുട്ടു തിന്നത്. അതുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പമാണ് പെസഹയ്ക്ക് ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് സത്യത്തിൽ യഹൂദന്മാർ പെസഹ ആചരിക്കുന്നതിൻ്റെ തലേ ദിവസമാണ്
പെസഹ ആചരിച്ചത്. നാം വായിച്ചത് അങ്ങനെയാണ്: പുൽപ്പില്ലാത്ത അപ്പത്തിൻ്റെ 1-ാം നാളിൽ. എന്നാൽ യേശുവിനെ വിസ്തരിക്കാൻ വേണ്ടി പീലാത്തോസിന്റെ കൽത്തളത്തിലേക്ക് തള്ളിവിട്ട യഹൂദന്മാർ അതിനുശേഷമാണ്, വെള്ളിയാഴ്ചയാണ് പെസഹ ആചരിച്ചത്. വാസ്തവത്തിൽ വെള്ളിയാഴ്ചയാണ് പെസഹ. അന്നാണ് ആബിയു മാസം 14-ാം തീയതി. യേശു പിറ്റേന്ന് മരിക്കുന്നത് കൊണ്ടാണ് തലേ ദിവസം കഴിക്കാനിടയായത്. അതുപോലെ യാത്രയിൽ ഉള്ള ആളുകൾക്ക് ഇത് കഴിഞ്ഞും പെസഹ കഴിക്കാനുള്ള പ്രൊവിഷൻ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. സാധാരണ ക്രിസ്ത്യാനികൾ പെസഹ വ്യാഴാഴ്ച എന്ന് പറയാറുണ്ട്. പെസഹ വ്യാഴാഴ്ചയല്ല, പെസഹ വെള്ളിയാഴ്ചയാണ്. അതായത് യേശു മരിച്ച ദിവസമാണ്. പെസഹ കുഞ്ഞാട് കൊല്ലപ്പെടുന്ന ദിവസമല്ലേ പെസഹ. പെസഹ കുഞ്ഞാടായ യേശു, ലോകത്തിൻ്റെ പാപം ചുമക്കുന്ന ദൈവകുഞ്ഞാടായ യേശു പെസഹയുടെ പൊരുളായിട്ടാണ് മരിച്ചത്. അപ്പോൾ വെള്ളിയാഴ്ചയാണ് പെസഹ. ഇത് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ കർത്താവ് ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് നിവർത്തിക്കുവാൻ തയ്യാറായി. ഇസ്രയേലിൻ്റെ മിസ്രൈം എന്നുള്ള ദേശീയ വിടുതലിനെ ഓർത്ത് നന്ദി പറയാൻ ഇടയായി. അങ്ങനെ ശിഷ്യന്മാരുമായി യേശു പെസഹ കഴിക്കുവാനിടയായി എന്നാണ് നമ്മൾ വായിക്കുന്നത്. ആ പെസഹയിൽ യൂദയും ഉണ്ടായിരുന്നു. അപ്പോൾ യേശു, നിങ്ങൾ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. അതാരും ചോദിച്ചപ്പോൾ എന്നോടുകൂടെ കൈ താലത്തിൽ മുക്കുന്നവനെന്ന് പറഞ്ഞു. അപ്പോൾ യൂദ ചോദിച്ചു, ഞാനാണോ? യേശു പറഞ്ഞു, നീ തന്നെ. യേശുവിന് യൂദ ഒറ്റിക്കൊടുക്കുമെന്ന് കൃത്യമായിട്ട് അറിയാമായിരുന്നു. അത് പഴയ നിയമത്തിലെ ഒരു പ്രവചനത്തിന് നിവൃത്തി കൂടിയായിരുന്നു. അങ്ങനെ അക്ഷരപ്രകാരം സകലവും നിവൃത്തിയാക്കിക്കൊണ്ടാണ് യേശു പിതാവ് പറഞ്ഞ സമയത്ത്, പിതാവ് പറഞ്ഞ വിധത്തിൽ നമുക്ക് വേണ്ടി യാഗമാകാൻ മരിക്കുവാനിടയായത്. നമുക്കതോർത്ത് ദൈവത്തെ സ്തുതിക്കാം, കർത്താവിനെ സ്നേഹിക്കാം. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.